ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിലപ്പോ വിവാഹം 2 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. സത്യമാണോ യാമിനി മാഡം പറയുന്നത്? അതെ രാധമേ, സത്യത്തില് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങി മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പൊ വിവാഹം മാറ്റിവെക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നേ? അതല്ലാതെ വേറെ എന്താ ഒരു വഴി? ശേഖര, നിങ്ങളുടെയൊക്കെ മനസ്സിലെ വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിന് കുടപിടിക്കേണ്ട സമയമായി. നീ ഈ സിറ്റുവേഷൻ ഉപയോഗിക്കരുത്, പറഞ്ഞേക്കാൻ ഞാൻ. ചേച്ചി എന്താ ഈ പറയുന്നേ? ചേച്ചി സമാധാനപ്പെട്. ഒരു തവണ മുടങ്ങിയ വിവാഹം വീണ്ടും മുടങ്ങാൻ പോവാണോ എന്നോർത്തുള്ള ചേച്ചിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. നമുക്ക് സമാധാനമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. ആദ്യം ഋതികയുടെ ഫേസും മൈൻഡും ഒന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് മതിയെല്ലാം. എല്ലാരും ഇവിടുന്ന് പോയി. വിവാഹത്തിന്റെ മുഹൂർത്തത്തിന്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. കയ്യിലെ കെട്ടഴിക്കാതെ ഇവിടെ നനങ്ങാൻ പോലും പറ്റില്ല. എത്ര പെട്ടെന്ന് അവിടെ എത്തണം. ശേഖരേട്ടാ, ഋതുമോളുടെ മുഖത്താണെങ്കിൽ പൊള്ളലേറ്റ പോലെ പാടുകൾ വീണു തുടങ്ങി. ഇനി എന്തായാലും ആ ഒരു കാരണം കൊണ്ട് പ്രതാപേട്ടൻ ഈ വിവാഹം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു യാമിനി. അതാണ് എന്റെയും പ്രാർത്ഥന. ശേഖരേട്ടാ, നമുക്കൊന്ന് ഡോക്ടറെ വിളിച്ചാലോ? ഏയ്, ഞാന് ഒന്ന് ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഈ പറയുന്ന ആഫ്റ്റർ സ്പ്രേ ചിലർക്ക് അലർജി ഉണ്ടാക്കുമെന്നും 1-2 ദിവസത്തേക്ക് ചെറിയ പിമ്പിൾസ് പോലെ കുറച്ച് കുരുക്കൾ രൂപപ്പെടുവെന്നേ ഉള്ളൂ. അല്ലാതെ ഇതെത്ര സീരിയസ് ആയ പ്രശ്നമൊന്നും അല്ല. നമ്മളിപ്പോ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് വന്ന ഡോക്ടർ ഇത് സാരമില്ലെന്ന് പറഞ്ഞ അതൊരു പ്രശ്നം. അംബിക ചേച്ചി അതൊരവസരമാക്കി വിവാഹം നടത്താൻ നോക്കും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഐസ് ക്യൂബ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഋതുമോളോട് ഒന്ന് പറ, അധിക നേരം ഐസ് ക്യൂബ് ഒന്നും മുഖത്ത് വെക്കണ്ടെന്ന്. ശരി ശേഖരേട്ടാ, ഞാൻ പറയാം. ചെല്ല്. യാമിനി, സുഖല്ലേ? സുഖായിരിക്കുന്നു ചേച്ചി. ചേച്ചി ഇപ്പൊ വന്നേ ഉള്ളൂ? ഞാനിപ്പോ എത്തിയുള്ളൂ. ചേച്ചി എന്തെങ്കിലും കുടിക്കാൻ വേണോ? കുടിക്കാനൊന്നും വേണ്ട. ചേച്ചി ഒരു കാര്യം ചെയ്യ്, മുകളിലേക്ക് പൊയ്ക്കോ. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരി. ഞാൻ വരണോ ചേച്ചി? വേണ്ട, ഞാൻ പൊക്കോളാം. ശരി ശരി എന്നാ. ചെല്ല്. എത്രയായി? തന്നാ മതി. രാധേ, എനിക്ക് ഉള്ളിൽ വിഷമമുണ്ട്. നമ്മളായിട്ടത് പുറത്ത് കാണിക്കുകയോ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യണ്ട. അത് ശരിയല്ല. അമ്മ വിഷമിക്കാതെ. വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാം ദൈവത്തിന്റെ തീരുമാനത്തിനല്ലേ നടക്കൂ. ഋതികമ്മയുടെ ആഗ്രഹിച്ചു, നമ്മളും ആഗ്രഹിച്ചു. പക്ഷെ രാജുവിനും ആ ആഗ്രഹം തോന്നേണ്ടതായിരുന്നല്ലോ അമ്മ. അമ്മ വിഷമിക്കാതെ. ഇല്ല, അമ്മ വിഷമിക്കില്ല. നിക്ക്. ആരാ? കല്യാണക്കുറി ഉണ്ടോ? പിന്നെയും തുടങ്ങിയ കല്യാണക്കുറി. എന്റെ പൊന്നു ചേട്ടാ,
ഞങ്ങൾ ഇവിടുത്തെ വർമ്മ സാറിന്റെ PA രാജുവിന്റെ ഫാമിലിയാ. ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ ഇവിടെ തടഞ്ഞു നിർത്തിയാലും അകത്ത് നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൊണ്ടുപോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒന്ന് മാറി നിൽക്കൂ. മാറിക്കടാ. മറ്റേ രാജുവിന്റെ അച്ഛനും അമ്മയും പെങ്ങളുവാ. നിങ്ങളകത്തേക്കല്ല. ഉം. വരൂ രാധമേ. ഋതിക മോള് ഒരുങ്ങുമായിരിക്കുമല്ലേ? അതെ, ഋതുമോള് ഒരുങ്ങ. എന്തേലും കുഴപ്പമുണ്ടോ? യാമിനി മാഡത്തിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ്, അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല രാധമേ. പക്ഷേ ഋതുമോൾക്ക് മുഖത്ത് മേക്കപ്പ് ഇട്ടതില് ഒരു അലർജി വന്നു. അപ്പോ ചിലപ്പോ വിവാഹം 2 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. സത്യമാണോ യാമിനി മാഡം പറയുന്നത്? അതെ രാധമേ, സത്യത്തില് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങി മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. യാമിനി മാഡം, സത്യം പറഞ്ഞ എന്റെ ഉള്ളിലും അങ്ങനെ ഒരു ആഗ്രഹം തന്നെയാണെന്ന് മാഡത്തിനും അറിയാവുന്നതല്ലേ? പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മോന്റെ കുഴപ്പം കൊണ്ടല്ലേ എല്ലാം ഇങ്ങനെയായി പോയത്. അല്ല, ഋതികമ്മളുടെ മുഖത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ യാമിനിയോട് പറയായിരുന്നു, ഇതൊരു അവസരമാക്കി നീങ്ങിയാലേ നമുക്ക് ഈ വിവാഹം 1-2 ദിവസത്തേക്ക് മുമ്പോട്ട് നീക്കി വെച്ചിട്ട് വിവാഹം നടത്താതിരിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോന്ന് ആലോചിക്കാൻ പോലും പറ്റുള്ളൂ. എന്നാ നമുക്ക് പോയി ഋതികമോളെ കണ്ടാലോ വേണുവേട്ടാ? ഏയ്, അത് വേണ്ട. ഇപ്പൊ അങ്ങോട്ട് പോയാ അവിടെ ഉറപ്പായിട്ടും അംബികാമ്മയുടെ ദീപക് സാറും ഉണ്ടാവും. അല്ലേ ശേഖർ സാറേ? അതേ വേണോട്ടാ, അവരവിടെ റൂമിൽ തന്നെയുണ്ട്. നിങ്ങൾ ഇപ്പൊ അവിടേക്ക് പോയാൽ ശരിയാവില്ല. ഞങ്ങൾ തന്ത്രപരമായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിവാഹം 1-2 ദിവസത്തേക്ക് നീക്കി വെക്കാനുള്ള ശ്രമവും നടത്തി നോക്കാം. ഞങ്ങളിപ്പോ ഐസ് ക്യൂബ് എടുക്കാൻ വേണ്ടി താഴേക്ക് വന്നതാ. ഞങ്ങളിനി റൂമിലേക്ക് കയറുക. തൽക്കാലം ഇതാരോടും പറയണ്ട. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. യാമിനി, നീ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് വാ. ചെല്. നിങ്ങൾ എന്നോടൊപ്പം കിച്ചണിലേക്ക് വാ. രാജു എവിടെ ശേഖരൻ സാറേ? രാജു കുറച്ചും പേരോടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയതായിരിക്കും. ആ, വേണോണ്ട് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട ശേഖരൻ സാറേ, എനിക്കൊന്നും വേണ്ട. എന്നാ വേണോട്ടം വാ, നമുക്ക് അങ്ങോട്ട് പോ. സാരമില്ല സാറേ. വേണോട്ടം വന്നേ, വാ. സുലൈമാനോ? ശേഖരൻ സാറേ, ഇത് നമ്മുടെ ബേബി. നിങ്ങൾ വാ, അകത്തേക്ക് ഇരിക്കും. ആയിക്കോട്ടെ. വേണോട്ടാ, ഒരു മിനിറ്റേ. ആ, എന്റെ പരിചയക്കാരന് നമ്മുടെ മില്ലൊക്കെ മുമ്പ് ജോലി ചെയ്തിരുന്ന ആളാ.